ഈ മോട്ടിവേഷൻ പറയുന്ന ആളൊക്കെ പറയും നല്ല സ്നേഹമുള്ളവർ നന്നായി ചൂടാവുന്നു, ചൂടായി ലാസ്റ്റ് സ്നേഹം നഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതാണ് സൈക്കോളജിസ്റ്റുകളും പറയുന്നത്, മോഡേൺ സൈക്കോളജി പറയുന്നത് അതാണ്. ഒരാളോട് അമിതമായി ദേഷ്യപ്പെട്ടാൽ, ആരോടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അയാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുമെന്നാണ്. മുൻകോപക്കാരനാണ്, ദേഷ്യക്കാരനാണ് എങ്കിൽ ദേഷ്യം അത് കൺട്രോൾ ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞു. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ പോയി ഒന്നെടുക്ക്. ആർക്കേലും ദേഷ്യം വന്നാ പെട്ടെന്ന് പോയി വുളൂ ചെയ്യണേ. എന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ ഏടെങ്കിലും പോയി ഇരിക്കി. എന്നിട്ടും ദേഷ്യം വരുന്നില്ല, ഫല്യൽതജി, ഏടെങ്കിലും പോയിട്ട് ചെരിഞ്ഞ് കിടക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം എന്ന് പറയുന്നത് പിശാചിൽ നിന്നാണ്. ദേഷ്യം അത് പിശാചിൽ നിന്നുള്ളതാണ് ദേഷ്യം. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അറാബിനെ പറഞ്ഞയച്ചത്. അറാബി ഇങ്ങനെ നിന്നു നോക്കി, നബിയെ ഇത് പറ്റൂല നബി, ഓളോട് നല്ല നിൽക്കാനാവൂല. നബി തങ്ങൾ വളരെ കർക്കശമായി ഗൗരവത്തോടെ പറഞ്ഞു, നിന്റെ കുട്ടി നന്നാകണോ, ഹലാലായ ഭക്ഷണം കൊടുത്തോ, ഇൽമു കൊടുത്തോ, നിന്റെ ഓളോട് നല്ല പോലെ പെരുമാറിക്കോ. ഇതാര് പറഞ്ഞതാണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവനവൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റം നന്നാക്കിയാലേ മക്കൾ നന്നായി കിട്ടും. ആര് പറഞ്ഞു? റസൂലുള്ള പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുത്തുനബിൻ്റെ വാക്ക് ഫോളോ ചെയ്തു. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ 3 ആയത്തോതി ഒരു ഹദീസ് പറഞ്ഞു. ഇനി 5-മത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നു. നബിയെ, കല്യാണം കഴിഞ്ഞു, ഇനി സ്വർഗ്ഗത്തിൽ പോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ഇമാം തുർമുദി തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ ബീവിയെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാലിൻ ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണും അവളുടെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി മരിച്ചുപോയാൽ അവൾക്ക് സ്വർഗം ഉറപ്പാണ്, അവൾ സ്വർഗത്തിലാണ്. ഈ ചോദിച്ചു വന്നാക്ക് ഉമ്മു സലമ ബീവിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇത് പറഞ്ഞു തരുന്നത്. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ചോദിച്ചു വന്ന ആള് വേറെ വിക്രും സലാത്തും അങ്ങനെ എന്തോ ചൊല്ലിക്കോന്നാണ് പ്രതീക്ഷിച്ചത്. നബിയെ, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനി സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ആ പെൺകുട്ടി ചിന്തിച്ചത് നബി തങ്ങൾ എന്തെങ്കിലും വിക്രോ മറ്റോ പറഞ്ഞിരുന്നാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കണം, മൂപ്പരെ പൊരുത്തം വാങ്ങണോ. പെൺകുട്ടി ചോദിച്ചു, നബിയെ, ഇന്നലി, എനിക്ക് ചില ചെറുപാപങ്ങൾ ഉണ്ടെങ്കിലോ നബിയെ, എനിക്ക് ചില പാപങ്ങൾ ഉണ്ടെങ്കിലോ നബിയെ, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ചെറുപാപങ്ങളൊക്കെ അല്ലാഹു പുറത്തുതരും, പക്ഷെ 4 കാര്യം നിന്നിലുണ്ടോ, നിനക്ക് സ്വർഗത്തിൽ 8 കവാടത്തിലൂടെ പോകാം. 4 കാര്യം ഉണ്ടോ സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 4 കാര്യമുണ്ട്. ഒന്നാമത്തത്, സ്വല്ലത്ത് ഖംസഹ, 5 വക്ത് ഫർള് നിസ്കരിച്ച പെണ്ണാണ്. വസാമത്ത് ശഹറഹ, റമളാനിൽ നോമ്പെടുത്ത പെണ്ണാണ്. വഹസനത്ത് ഫർജഹ, അഭിമാനം സംരക്ഷിച്ച് തെറ്റിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകാത്ത പെണ്ണാണ്. 4-മത്തത്, സ്വന്തം ഭർത്താവിന് സമാധാനം കൊടുത്തവളാണ്, ഭർത്താവിന്റെ പൊരുത്തം നേടിയവളാണ്. എന്ന് വെച്ചാൽ ഭർത്താവിന് സമാധാനം കൊടുത്തവളാണ്. ഈ 4 കാര്യം ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താവിന് സമാധാനം കൊടുക്കൽ. അത് ഉമ്മമാരൊക്കെ ഒരുപാട് ഉമ്മമാരുണ്ടൊന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് മനസ്സിലാക്കി കേക്ക്. രാവിലെയും രാത്രിയും കുറെ ദിക്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് അള്ളാന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റൂല എന്നാണ്. ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടുപോണ്ട. ഏറ്റവും വലുത് 5 വക്ത് ഫർള് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിൽ നോൽക്കുന്ന ഫർള് നോമ്പാണ്. അത് കഴിഞ്ഞാൽ 3rd പൊസിഷൻ, നിങ്ങൾക്കാരാണോ മഹർ കൊണ്ടുപോയി ചാർത്തി തന്ന നിങ്ങളുടെ ഭർത്താവ്, അയാൾക്ക് കൊടുക്കുന്ന സമാധാനം ഏറ്റവും വലുത് ദീനിൽ. അത് വളരെ സീരിയസ് ആയി മനസ്സിലാക്കിക്കോളി. നബി തങ്ങൾ പറഞ്ഞു, ഏതൊരു പെണ്ണ് ഭർത്താവിന്റെ പൊരുത്തത്തിലായി മരിച്ചാൽ അവൾക്ക് സ്വർഗമാണ്, അവൾക്ക് സ്വർഗമാണ്. അവളെ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുക്കുമേന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിരുകളില്ലാത്ത സ്നേഹതരംഗം ഹാത്തിം സല്ലല്ലാഹു നൂറുല്ലാഹ്.
അജബു നിലയ്ക്കാത്ത സ്നേഹതരംഗം ഹാത്തിം സല്ലല്ലാഹു നൂറുല്ലാഹ്. ആ നബി തങ്ങളുടെ വാക്കാണ്, സ്വർഗം വേണോ ഉമ്മമാരെ? നിസ്കാരം നോമ്പും കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലുത് നിങ്ങളോദിയ യാസീനല്ല, നിങ്ങൾ ചൊല്ലിയ മജ്ലിസുന്നൂറല്ല, നിങ്ങൾ ചൊല്ലിയ ഖത്മുകളല്ല, നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളല്ല. അതൊന്നും വേണ്ടാന്നല്ല പറയുന്നത്. നിസ്കാരവും നോമ്പും കഴിഞ്ഞാ ഏറ്റവും വലുത് നിങ്ങളുടെ ഭർത്താവിന്റെ വിഷയമാണ്. ഭർത്താവിന് സമാധാനം കൊടുക്കലാണ്. നിസ്കാരവും നോമ്പു കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത്, ഉമ്മമാര് പഠിച്ചോ, നിങ്ങളെ ഭർത്താവിന് സമാധാനവും സന്തോഷവും കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം വരുന്നുള്ളൂ. ഇതാരേ പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹ്. അതാ നബി തങ്ങൾ പറഞ്ഞത്, 4 കാര്യമുണ്ടെങ്കിൽ സ്വർഗമാണ്. ഇതിലേതെങ്കിലും ഒന്ന് പോയാ പിന്നെ സ്വർഗമില്ല. ഇതിലൊന്ന് പോയാ പിന്നെ സ്വർഗമില്ല. അല്ലാതെ ചൊല്ലിയ യാസീന് കൊണ്ട് നാളെ ഓട്ട അടക്കാൻ പറ്റുമെന്ന് സ്വപ്നം കരുതല്ലേ. ഏറ്റവും വലുത് 5 വക്ത് ഫർള്, രണ്ടാമത്തത് റമളാനിലെ നോമ്പ്. അത് കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദീനാണ്. ആരോ പറഞ്ഞു പറ്റിച്ചതല്ല, ഹബീബ് പറഞ്ഞ ദീന് കേട്ടോ. മൂന്നാമത്തെ വിഷയം നിങ്ങളുടെ ഭർത്താവിന്റെ വിഷയമാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ വിഷയമാണ്. മൂപ്പർക്ക് സമാധാനം കൊടുത്താലേ പരലോകം രക്ഷപ്പെടും. മൂപ്പരുടായിപ്പാണെങ്കിൽ മൂപ്പര ദുനിയാവും ആഖിറവും പോവും. ഞാൻ പറയാൻ പോവാണ് വിശദമായിട്ട്. പുതിയാപ്പിളങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് കുടുങ്ങും, ഒരു സംശയവും വേണ്ട. മൂപ്പര് ദുനിയാവെന്ന് കരയേണ്ടി വരും. ഒരു നിലക്കും ഉപ്പമാര് ശ്രദ്ധിക്കേണ്ട പോയിന്റിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമ്പത്തികം തകർന്ന് അരിപ്പണായി പോവും കെട്ടിയോളെ പറ്റിച്ചാൽ. മഹാന്മാർ പറഞ്ഞ ഉദ്ധരണികൾ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ തമാശക്കളിയായിട്ടൊന്നും എടുക്കണ്ടേ. ഒരു സെക്കൻഡ് സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും കൂടെ വന്ന ഒരു കുട്ടീനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവ് അള്ളാഹു അതിൻ്റെ ശിക്ഷ തന്നിരിക്കും. 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി ഹറാമിലേക്ക് പോയാൽ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും, സാമ്പത്തികമായിട്ട് മുരടിച്ചു പോകും. വേറെ ശിക്ഷ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഉമ്മമാരുടെ വിഷയം അല്ലേ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആരാണ് കെട്ടിയ പുയ്യാപ്പിള? മൂപ്പർക്ക് സമാധാനം കൊടുക്കണം, അല്ലാതെ ഓപ്ഷൻ ഇല്ല. അപ്പൊ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കൾ നന്നാകണമെങ്കിൽ കെട്ടിയോളോട് നല്ല നിൽക്കേ പെരുമാറാൻ ദീനിൽ ഓപ്ഷനുള്ളൂ. അവളെ തല്ലാനും കുത്താനൊന്നും പാടില്ല. ഒന്നും തെറ്റിദ്ധരിക്കണ്ടേ. അവനാൻ്റെ ഭാര്യമാർ അനാവശ്യമായിട്ട് തല്ലാനോ ഇടുങ്ങാറാക്കാനോ വേദനിപ്പിക്കാനോ ഒരു നിർവാഹമില്ല, പാടില്ല. ഒക്കെ വലിയ പാപമാണ്. നമ്മൾ വിചാരം കള്ളുടിക്കൽ മാത്രമാണ് ഏറ്റവും വലിയ പാപം എന്നാണ്. ഓളെ തച്ച് കൊന്നാലും കുഴപ്പമില്ല, കള്ളുടിക്കലാണ് ഏറ്റവും വലിയ പാപം. കള്ളുടി ഏറ്റവും വലിയ കബായിറാണ്, വൻകുറ്റമാണത്. അള്ളാഹുന് തീരെ പൊരുത്തല്ലാത്തതാണ്, വലിയ പാപം തന്നെ. അതുപോലെ വലിയ പാപങ്ങളിൽ പെട്ടതാണ് കെട്ടിയോളെ പ്രാന്താക്കൽ, ബുദ്ധിമുട്ടാക്കൽ, പ്രയാസപ്പെടുത്തലൊക്കെ. സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഓളോട് നന്നാകണം, നല്ല പെരുമാറ്റമായിരിക്കണം, സമാധാനം കിട്ടണേ കുടുംബജീവിതം നന്നാകണം, ബറക്കത്ത് ജീവിതത്തിലേക്ക് വരണമെങ്കിൽ കുടുംബജീവിതം നന്നാകണം, സ്വർഗം കിട്ടണമെങ്കിൽ അവനാൻ്റെ കെട്ടിയോനക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. മക്കളോ നാട്ടുകാരോ ബാക്കിയുള്ളവരല്ല, പുയ്യാപ്പിളാണ് ഏറ്റവും വലുതെന്നുള്ളൊരു ചിന്ത വേണം, എന്നെങ്കിലേ സ്വർഗം കിട്ടൂ.